ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു നാടെന്ന നിലയിൽ ഒന്നിച്ചു നിൽക്കുന്ന, ഒരേ മനസ്സായി നിൽക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കായിക വിനോദങ്ങൾ. ആ കായിക താരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മുഴുവൻ അഭിമാനവുമായിട്ടാണ് എപ്പോഴും കളത്തിലിറങ്ങുക. അങ്ങനെ എന്നും അവർ നമ്മുടെ അഭിമാന താരങ്ങളായിരിക്കും. അങ്ങനെ പ്രായം തളർത്താത്ത ചില അഭിമാന താരങ്ങൾ ഇന്നലെ വീണ്ടും കളത്തിലിറങ്ങി, ഫുട്ബോൾ ആവേശവുമായി. തിരുവനന്തപുരത്ത് പോലീസ് മൈതാനത്താണ് അവർ ഇറങ്ങിയത്. കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ 40ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരളത്തിൻ്റെ പ്രിയ താരങ്ങൾ വീണ്ടും കളത്തിൽ പന്ത് തട്ടിയത്. ബോട്ട് മുറുക്കി ഒരിക്കൽ കൂടി ആ മൈതാനത്തിറങ്ങിയപ്പോൾ എന്തെല്ലാം ഓർമ്മകളായിരുന്നിരിക്കണം അവരുടെ മനസ്സിലോടിയെത്തിയത്. തിങ്ങി നിറഞ്ഞ ഗാലറികൾ, ആർത്തിരമ്പുന്ന ആരാധക കൂട്ടം, ഒപ്പം കളിച്ച് ജീവിതത്തിന്റെ പാതി വഴിയിൽ ബോട്ടഴിക്കേണ്ടി വന്ന VP സത്യനെ പോലുള്ള കൂട്ടുകാർ, പരിശീലകർ. വിജയനെയും ഷറഫിലെയും തോബിയാസിനെയും ചാക്കോയെയും ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ചത് ആ പഴയ പോലീസ് ടീമാണ്. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കുന്ന, ആരോടും ഏറ്റുമുട്ടാൻ ഭയമില്ലാത്ത ഫുട്ബോൾ കരുതൽ. പ്രായം കാലുകളുടെ വേഗത്തിന് പൂട്ടിട്ടെങ്കിലും പ്രതിഭയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു കാലത്തിനും കഴിയില്ലെന്നതിന് ഇന്നലത്തെ കളിയും സാക്ഷി. ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് ഓരോരുത്തർക്കും ഇന്നും ആ പഴയ കാലം. ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് പ്രസിന്റെ കളി കളിക്കുന്നുണ്ടായിരുന്നു, പോലീസ് എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ടാണ് കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ 40ാം വർഷം. എല്ലാവരും പ്രായമായിട്ടുള്ളവരാണ്. ഒരു രസം കളിക്കാൻ ഓർത്തു ഓർമ്മകൾ. ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആറ് വൈബാണ്. കാരണം അന്നത്തെ 84 86 86 വന്ന ആ ഓർമ്മകൾ. ഞങ്ങൾ 40ാം വർഷം ആഘോഷിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന, ഞങ്ങൾ കളിച്ചോളുന്ന ഈ ഗ്രൗണ്ടിൽ തന്നെ കളിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു വലിയൊരു അഭിമാനമാണ്. ഇവിടെ നിന്ന് കളിച്ച് പോയിട്ടാണ് ഞങ്ങൾ ഓരോ ലെവലിലോട്ട് എത്തിയത്. അപ്പോൾ അത് ഞങ്ങളെല്ലാ പ്ലേയേഴ്സിനും അതൊരു വലിയൊരു എനർജി തന്നെയായിരുന്നു. പോലീസ് സ്റ്റേഡിയത്തിൽ നമ്മൾ 87-ലെ നെഹ്റു കപ്പ് തൊട്ട് ഓർമ്മ വരിക. ഹംഗറിയുമായിട്ടുള്ള കളികളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അന്ന് ഗോൾ പോസ്റ്റിന്റെ അവിടെയൊക്കെ പുല്ലില്ലായിരുന്നു. ഇന്ന് പുല്ലൊക്കെ ഇപ്പം ഡൈവ് ചെയ്യാനൊക്കെ തോന്നുന്നു. പക്ഷേ ഡൈവ് ചെയ്യാൻ തോന്നുന്നെങ്കിലും ബോഡി അനുവദിക്കുന്നില്ല. എന്നാലും കളിക്കണമെന്നുള്ളൊരു ആവേശമാണ്. പോലീസ് ടീമിനെ നേരിട്ട കേരള 11-ൽ കളിച്ചതും ഇന്ത്യൻ ഫുട്ബോളിലെ മഹാരഥന്മാരുടെ സംഘമായിരുന്നു. ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ, സംസ്ഥാന താരങ്ങളെ സംഭാവന ചെയ്ത ടീമാണ് പോലീസ്. അപ്പം ഇതുപോലുള്ള ടീമുകൾ ഇനിയും വളർന്നു. നമ്മുടെ ടീം ഇപ്പം കുറച്ച് ഇതിലാണ്. അപ്പം എല്ലാ ടീമുകളും, ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഇനിയും വളർന്നാൽ തന്നെ കേരളത്തിന് കൂടുതൽ, ഇപ്പോൾ നാഷണൽ ഗെയിംസിലെ വിജയത്തിൽ നല്ല വിജയമാണ്. അപ്പോൾ കൂടുതൽ താരങ്ങൾ വളർന്നു വരാൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കട്ടെ ഗവൺമെന്റ്. നമ്മളൊക്കെ വേറൊരു സ്റ്റേജിൽ കളിച്ച ആൾക്കാരല്ലേ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെത്തി ആലോചിക്കുന്ന വിധത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് കിട്ടില്ല. ഞാനൊക്കെ എക്സെപ്ഷനലാണ് ശരിക്കും പറയണെങ്കിൽ. ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കണമെങ്കിൽ ഞാനൊക്കെ എക്സെപ്ഷനലാണ്. ഞാനൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങാനും കൂടെ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കേണ്ടതാണ്. പത്മശ്രീ നേടിയ IM വിജയനെയും പോലീസ് ടീം മുൻ പരിശീലകനായിരുന്ന AM ശ്രീധരനെയും ഗബ്രിയേൽ ജോസഫിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.